6300-ൽ പരം വരുന്ന യൂണിറ്റുകളുണ്ട്. ഞാനൊരു ചെറുപ്പക്കാരന്റെ കഥ പറയട്ടെയോ? എന്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ജുനൈദ് ഉസ്താദിന്റെ കൂടെ പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആ ചെറുപ്പക്കാരന്റെ കഥ അറിയുമോ? അവനും അവന്റെ ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. ആ പ്രിയപ്പെട്ട ഉമ്മയെ 2 മതിലുകൾക്കിടയിൽ 2 സീറ്റുകൾ അടുക്കി വെച്ചിട്ട് ഒരു ചെറിയ വീട്ടിലാണ് ആ പൊന്നുമോനും ഉമ്മയും ജീവിക്കുന്നത്. ആ വീട്ടിലാണ് അവന്റെ ഉമ്മയുടെയും അവന്റെയും മന്തി ഉറക്കമുള്ളത്. ആ പൊന്നുമോന്റെ വീട് ഒരു സുപ്രഭാതത്തില് അയൽ വീട്ടിൽ തീ കത്തിക്കുന്ന സമയത്ത് തീപ്പൊരി ചിതറി വീണിട്ട് ആ വീടങ്ങ് കത്തിപ്പോയപ്പോ, അല്ല ആ കുടിലങ്ങ് കത്തിപ്പോയപ്പോ നാട്ടിലുള്ള ആളുകളൊക്കെ കാണാൻ വന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, എല്ലാവരും വന്ന് നോക്കി. എന്നിട്ട് രാഷ്ട്രീയക്കാര് പല വാഗ്ദാനങ്ങളും നടത്തി. എല്ലാവരും വാഗ്ദാനങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ വീട് വെച്ച് തരാമെന്ന് മത്സരിച്ച് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരെന്തൊക്കെ തലകുലിക്ക് സമ്മതിച്ചപ്പോ അവിടെയുള്ള SSFന്റെയും SYSന്റെയും പ്രവർത്തകന്മാര് കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായ നിസാമുദ്ദീൻ ഫാദിലി ഉസ്താദ് എന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുവര്യന് അതാ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞിട്ട്, മോനെ നിഷാദേ, നിഷാദ് എന്ന ചെറുപ്പക്കാരനോട് സംസാരിക്കുകയാണ്. മോനെ, നിന്റെ വീട് കത്തിപ്പോയെങ്കിൽ നിന്റെ രാവുകൾ പകലാക്കിയിട്ട് SSFന്റെ പോസ്റ്റർ എഴുതാൻ നീ പോകുന്നവനല്ലേ? SSFന് വേണ്ടി മതിലുകൾ എഴുതാൻ നീ പോകുന്നവനല്ലേ? നിന്റെ പകലുകളിൽ ജോലികൾ കളഞ്ഞിട്ട് SSFന് വേണ്ടി വീടാന്തരം കയറി ഇറങ്ങിയിട്ട് നോട്ടീസ് വിതരണം നടത്തുകയല്ലേ? സർക്കുലർ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുമ്പോ നീ വരുന്നവനല്ലേ? കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഡിവിഷനിലെ കൊട്ടുകാണെന്ന യൂണിറ്റിലെ സജീവ പ്രവർത്തകനായ നിഷാദിനോട് പറയുമ്പോ അവിടെ ആളുകളൊക്കെ കൂടിയിരിക്കുകയാണ്. SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാര് കൂടിയിരിക്കുമ്പോ അവിടെയുള്ള പ്രമുഖരായ ഉസ്താദുമാരെഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോ എല്ലാവരും നിഷാദിനെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു രാഷ്ട്രീയക്കാരൻ നിനക്ക് വീട് വെച്ച് തരണ്ട, ഒരു രാഷ്ട്രീയക്കാരൻ നിനക്ക് ഒന്നും തരണ്ട, ഒരു രാഷ്ട്രീയക്കാരന്റെയും ഔദാര്യം പറ്റണ്ട എന്നൊരു കൂട്ടര് അഭിപ്രായപ്പെട്ടപ്പോ ഞങ്ങൾ നിനക്ക് വീട് വെച്ച് തരാം, ഞങ്ങൾ നിനക്കത് ചെയ്തു തന്നില്ലെങ്കിൽ ഏത് പാതിരാത്രിയിൽ എവിടേക്ക് പോകാൻ വിളിച്ചാലും ഇറങ്ങി വരുന്ന പൊന്നുമോനെ, SSFന് നിന്നോടൊരു കടപ്പാടുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവരും വികാരത്തോടു കൂടി അത് കേട്ടു നിന്നപ്പോ അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് നിഷാദിന്റെ കഥ പറഞ്ഞപ്പോ സങ്കടം തോന്നിപ്പോയി. പലരുടെയും കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിപ്പോയി. എന്തേ കാരണമെന്നറിയുമോ? ആ പ്രവർത്തകൻ അങ്ങ് എഴുന്നേറ്റു നിന്നു. എല്ലാവരും നിശബ്ദമായിരിക്കുകയാണ്. എല്ലാവരും ശ്വാസമടക്കി പിടിക്കുകയാണ്. ഇവനെന്താണ് പറയാൻ എഴുന്നേറ്റു നിന്നത്? സാധാരണ അങ്ങനെയൊന്നും സംസാരിക്കാത്ത പ്രവർത്തകനാണ്, പ്രകൃതക്കാരനാണ്. അവൻ എന്തിനാണ് എഴുന്നേറ്റ് നിന്നതെന്ന് ചോദിച്ചപ്പോ അവന്റെ കണ്ടമിടറിപ്പോയി, അവന്റെ ശബ്ദമിടറിപ്പോയി. അവന് പറയാൻ കഴിയുന്നില്ല. ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട്, ഉസ്താദേ, ഓർമ്മ വച്ച കാലം മുതൽ SSF സിന്ദാബാദ് എന്ന് വിളിക്കാൻ, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന് വിളിക്കാൻ നിഷാദ് ഇവിടെ റെഡിയാണ്. ഉസ്താദേ, ഉസ്താദിന്റെ കൂടെ ഞാൻ ഇറങ്ങി വരാറില്ലേ? ഉസ്താദിന്റെ കൂടെ ഞാൻ എവിടെയാ വരാത്തത്? ഈ പ്രവർത്തകന്മാരെ കൂടെ ഞാൻ വരാറുണ്ടല്ലോ, ഞാൻ സർക്കുലർ ചർച്ച ചെയ്യാൻ വരാറുണ്ടല്ലോ, അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാൻ വരാറുണ്ടല്ലോ, മതിലുകൾക്ക് പെയിന്റ് അടിക്കാൻ ഏത് പാതിരാവിലും ഞാൻ വരാറുണ്ടല്ലോ, കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയ്ക്ക് ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നല്ലോ, IPM സ്നേഹസംഘത്തിലും ഞാൻ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് എന്നെ നിങ്ങൾ പിടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ പറയുകയാ, നിങ്ങളെല്ലാവരും കൂടിയിട്ട് 5000-ഉം 10000-ഉം സ്വരൂപിച്ചിട്ട് അത് ലക്ഷങ്ങളാക്കി മാറ്റിയിട്ട് എനിക്കൊരു വീട് വെക്കാൻ തീരുമാനിക്കുന്നത് ഇതിന്റെ പേരിൽ ഞാൻ SSFൽ നിന്ന് പോകുമെന്ന് ഭയന്നിട്ടാണോ? നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞാൻ
ഞാൻ SSF പ്രവർത്തിക്കുന്നത്, ഞാൻ SSF മെമ്പറായത്, ഞാൻ സർക്കുലർ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞാൻ കൊടിതോരണങ്ങൾ കെട്ടാൻ പോകുന്നത്, ഞാൻ മജ്‌ലിസിൽ പാടാൻ വരുന്നവർക്ക് സേവനം ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് സിന്ദാബാദ് വിളിക്കുന്നത്? അതെന്റെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ ഉമ്മയുടെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ SSF-കാരന്റെ കയ്യിൽ നിന്ന്, SSF എന്ന സംഘടനയിൽ നിന്ന് ഒരു ചില്ലിക്കാശി ദുനിയാവിൽ കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനുവേണ്ടി അല്ല ഉണ്ടാതെ ഞാൻ SSF പ്രവർത്തിക്കുന്നതെന്ന് നിഷാദ് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇത് നമുക്കൊരു സ്വാർത്ഥതയുമില്ലാത്ത പ്രവർത്തനമായിരിക്കണം, നിസ്വാർത്ഥമായ പ്രവർത്തകനായിരിക്കണം.